അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തുന്ന ചിന്താഗതിയൊന്നും ആർക്കും ഇല്ല, അങ്ങനെയൊന്നും ആർക്കും ഇല്ല, UDF ആർക്കും ഇല്ല. അദ്ദേഹത്തിന്റെ ഒരു സെന്റിമെന്റ്സ് എന്ന് പറയുന്നത് അദ്ദേഹം രാജിവെച്ചിട്ടാണ് അവിടെ ബൈ ഇലക്ഷൻ ഉണ്ടായെന്നുള്ള കാര്യത്തെ ആ സെന്റിമെന്റ്സിനെ ഒരു സംശയം കരുതണ്ട പറയുന്നത് അദ്ദേഹം രാജിവെച്ചിട്ടാണ് അവിടെ ബൈ ഇലക്ഷൻ ഉണ്ടായെന്നുള്ള കാര്യത്തെ ആ സെന്റിമെന്റ്സിനെ മാനിക്കണമെന്ന് തന്നെയാണ് UDFന്റെയും കോൺഗ്രസിന്റെയും ഒക്കെ പൊതുവായിട്ടുള്ള വികാരം. അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തുന്ന ചിന്താഗതിയൊന്നും ആർക്കും ഇല്ല, അങ്ങനെയൊന്നും ആർക്കും ഇല്ല, UDF ആർക്കും ഇല്ല. എന്താണോ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടായതെന്നൊക്കെ എനിക്ക് സംസാരിച്ചാലേ മനസ്സിലാവുള്ളൂ. പ്രതിപക്ഷ നേതാവായാലും KPCC പ്രസിഡന്റ് ആയാലും മറ്റു കോൺഗ്രസ് ഉന്നത നേതാക്കളായാലും അതുപോലെ UDFലെ പ്രഗത്ഭരായ നേതാക്കളായാലും അവരൊക്കെ എല്ലാവർക്കും ഇക്കാര്യത്തിൽ അങ്ങനെ അൻവറിനെ ഐസൊലേറ്റ് ചെയ്യണമെന്നോ അൻവറിനെ മോശമാക്കണമെന്നോ വിചാരിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല. മാത്രമല്ല അദ്ദേഹം ഇടതുപക്ഷ മുന്നണിക്കെതിരെ ശക്തമായിട്ടുള്ള ആക്രമണം അഴിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരാളായതുകൊണ്ട് അദ്ദേഹത്തെ സംരക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള ഘട്ടം വന്നാൽ അത് വേണമെന്ന് ചിന്തിക്കുന്നവരായിട്ടാണ് അവരെല്ലാം ഞാൻ കണ്ടത്. എവിടെയാണോ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ സംസാരിച്ച് തീർക്കട്ടെ. KCയുമായി സംസാരിച്ചതിന് ശേഷം ബഹുമാനപ്പെട്ട KC എന്ത് തീരുമാനമെടുക്കുന്നു, ഞങ്ങളോട് നീതി പുലർത്തുകയാണെങ്കിൽ അതല്ല ചൊറി പിടിച്ച അൻവറിനെ വേണ്ട എന്നാണ് അവരുടെ തീരുമാനമെങ്കിൽ ഞാൻ ജനങ്ങളിലേക്ക് ഇറങ്ങും, ജനങ്ങളോട് പറയും. ആ സെന്റിമെന്റ്സിനെ മാനിക്കണമെന്ന് തന്നെയാണ് UDFന്റെയും കോൺഗ്രസിന്റെയും ഒക്കെ പൊതുവായിട്ടുള്ള വികാരം.